എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഫംഗ്ഷൻ എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സായ ഗ്രാൻഡ് ഇവൻറ്റ്സ് നടത്തുന്ന ചെറിയൊരു ഫംഗ്ഷനാണ്. 100 പേരുടെ ഫുഡ് ഉണ്ടാക്കലാണ് പരിപാടി. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ അങ്ങനത്തെ മറ്റു ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. അതിന് മുമ്പായിട്ട് ഫുഡ് ആൻഡ് ട്രാവൽ പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ സിമ്പിളടിക്കേണ്ട അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ എല്ലാം ക്ഷമിക്കണം. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ വെജിറ്റബിൾസിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കിയിട്ട് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസാണ്. ഇനി ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തകൃതിയായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 5:30 ഫംഗ്ഷൻ. അതിൻ്റെ മുമ്പ് സാധനം റെഡി ആവണം. അപ്പോൾ രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാണ്ട്. ഗ്രാൻഡ് ഇവൻസിൻ്റെ മെയിൻ 2 ആൾക്കാരെ, ഒന്ന് വിവേകും ഒന്ന് സുഭാഷും. അവരെ നമുക്ക് എവിടെ നോക്കാം. കമാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിവേകും സുഭാഷ് രണ്ടുപേരെ പരിചയപ്പെടാനെന്ന്. അപ്പോൾ ഇവർ തിരക്കിലാണ്. എന്നിരുന്നാലും വിവേക് ഒരു ഹായ് പറഞ്ഞേ. ഹായ്, നമസ്കാരം. സുഭാഷിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ വീഡിയോസിൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് നാളെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അതിന്റെ തലേ ദിവസത്തേക്കുള്ള ഫ്രൈഡ് റൈസ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ചില്ലി അതൊക്കെ ഉണ്ടാക്കുന്നു. അതായത് തനി നാടൻ ചിക്കൻ ചില്ലി, ചിക്കൻ റോസ്റ്റൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ആരെന്നത് മാസ്റ്റർ ഷെഫ് നമ്മളെ മണിയേട്ടനാണ്. മണിയേട്ടനെ നമുക്ക് പരിചയപ്പെടാം. നല്ല ബിസിയാണ് അവിടെ. അപ്പോൾ നിങ്ങൾ സാധാരണ ഇതിൽ എല്ലാ പരിപാടി എടുക്കാറില്ലേ? എല്ലാവരും എന്തൊക്കെ കല്യാണം മുതൽ ചെറിയ പരിപാടി മുതൽ വലിയ പരിപാടി 28 മുതൽ അടിയന്തരമല്ല എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അതാണ് കല്യാണ രാമന്മാരാണ് മേഴത്തൂരത്തെ. അപ്പോൾ ഗ്രാൻഡ് ഇവൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. ഇനി അവരെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനിൻ്റെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചേരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ സാധനമാണ്. മല്ലിപ്പൊടി, മുളക് പൊടിയും പിന്നെ മീറ്റ് മസാല, കുറച്ച് കാശ്മീരി, അതുപോലെ കുറച്ച് കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച സാധനത്തെ എണ്ണയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില്ലി ചിക്കനിലെ ചിക്കൻ്റെ വറുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. മണിയേട്ടാണ് നമ്മുടെ മെയിൻ ഷെഫ്. മണിയേട്ടാ എന്താകെ തിരക്കല്ലേ? അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് കുറേ മണിയേട്ടാ അതിൽ കുറച്ചും കൂടി ഒരു 10 കൂടി ഉണ്ട്. നമ്മളെന്താ എന്തൊക്കെ ആയിട്ട് ഉണ്ടാക്കണത് തലേദിവസത്തേക്ക് വേണ്ടി? ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ റോസ്റ്റ് 3 ഐറ്റമാണ്. മണിയേട്ടനാണ് വിവേകിൻ്റെ പ്രധാന ഷെഫ്. നാളെ വേറെയും പരിപാടി ഉണ്ട്, സദ്യ കൂടി ഉണ്ടല്ലേ? അപ്പോഴും സദ്യ കൊണ്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നാളെ ബിരിയാണി വീട്ടിൽ വൈകിട്ട് എല്ലാം കൂടി ഫുൾ ഓണാണ്. നാളെ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് പണിയല്ലേ? നാളെ 3 മണിക്ക് കൊടുക്കണം. 15 ബിരിയാണി, പാലടി. പാള അതിൻ്റെ തിരക്കിലാണ്. അതാണ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാത്തത്. പണി നടക്കുന്നത് പണി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രണ്ട്സായ ഗ്രാൻഡ് ഇവൻറ്റ്സ് ആണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം അവരോട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയായിട്ട് കല്യാണം നടത്താമല്ല? ഇപ്പോഴത്തെ കൊറോണയും കാര്യങ്ങളൊക്കെ ബാധിച്ചില്ല. നമ്മൾ മാക്സിമം 100 ആളുടെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അധികം നടന്നു വരുന്നത്. 100-200. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഇതിൽ എങ്ങനത്തെ സ്റ്റേജുകളൊക്കെ ഉണ്ട്? അതായത്
ഒരു സ്റ്റാർട്ടിങ് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ, അങ്ങനത്തെ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ, അങ്ങനത്തെ ചെറിയ ഫംഗ്ഷൻ മുതൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കല്യാണങ്ങൾ, അതായത് 2-3 ദിവസം വെച്ച് നടത്തുന്ന കല്യാണങ്ങളില്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അങ്ങനെ വെച്ച് നടത്താനുള്ള സ്റ്റേജ് വരെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പൊ അങ്ങനെയും ചെയ്യുന്നുണ്ട് ആൾക്കാരല്ലേ? അതായത് പണ്ട് ഏതായാലും ആൾക്കാരെ വിളിക്കാൻ പറ്റില്ല, പക്ഷെ സ്വന്തം കുടുംബക്കാരെ വെച്ചിട്ട് മാക്സിമം കുറച്ച് നേരം ഫാമിലി, കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് അയൽവാസികൾ, അങ്ങനെ കേട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, സ്റ്റേജ് ഇപ്പോൾ നമ്മൾ ക്യാഷ് കൂടുതൽ ചിലവാക്കിയിട്ടും ബഡ്ജറ്റിലും ലോ ബഡ്ജറ്റിലൊക്കെ കല്യാണം നടത്താം, എല്ലാം നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു സ്റ്റേജ്, ഇപ്പോൾ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ഒരു സ്റ്റാർട്ടിങ് ഇത്ര തൊട്ടിട്ട് ഇത്ര വരെ നിങ്ങൾ ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ? എങ്ങനെ സ്റ്റേജിന്റെ പ്രൈസ് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പ്രൈസ് അല്ല. നമുക്കൊരു 20,000 രൂപയുടെ സ്റ്റേജ് കണ്ടു, ആ സ്റ്റേജ് നമുക്ക് ഇഷ്ടമായി, നമ്മുടെ ബഡ്ജറ്റ് 15 വെച്ചാൽ ആ ബഡ്ജറ്റിൽ നമുക്ക് ആ 20,000 സ്റ്റേജ് 15 ആക്കാം. അതേപോലെ തന്നെ 12 സ്റ്റേജ് നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ട്, അതിൽ കുറച്ചും കൂടി സെറ്റിങ്സും കുറച്ച് ഫ്ലവേഴ്സും കൂട്ടിയിട്ട് 20 ആക്കണമെങ്കിൽ, അതിൽ 15 ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതേപോലെ റേറ്റ് അങ്ങനെയല്ല, 6, 5 ഒക്കെ എല്ലാ റേറ്റും ഒരു 12 ചെയ്യാം. അതായത് നമ്മുടെ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഫ്ലവറും മറ്റുള്ള സാധനങ്ങളിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി കൊടുക്കും. അതായത് നമുക്ക് എന്താണ് ആവശ്യം അതുപോലെ ഇവർ ചെയ്തു തരുന്നതാണ് പറയുന്നത്. അതുപോലെ ഫുഡിലായാലും അല്ലേ, ഫുഡിലായാലും ഇപ്പോൾ സദ്യക്ക് തന്നെ എന്താ പറയുക 50 കൂട്ടം വേണമെങ്കിൽ ആക്കി 20 കൂട്ടം വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ചിരിക്കാം. അപ്പോൾ അതേപോലെ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാം. അതായത് നമ്മുടെ നാട്ടുകാരെ ഞാൻ പറയാൻ കാരണം വരുന്നില്ല, നമ്മുടെ നാട്ടുകാർ നമ്മുടെ സഹോദരന്മാരാണ് ഇവർ. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെട്ട രീതിയിൽ, അല്ലാണ്ട് അവരുടെ കയ്യിലുള്ള സാധനത്തിന് നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കില്ല. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ബഡ്ജറ്റിന് അനുസരിച്ചുള്ള പരിപാടി ചെയ്തു തരും. അത് A to Z കാര്യങ്ങൾ ചെയ്തു തരും. നമുക്ക് ഇവിടേക്ക് ആർക്കും വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്നിവിടെ പരിപാടി നടക്കുന്നുണ്ട്, ആരും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇവരുള്ള വിശ്വാസം കൊണ്ടാണ്. നമ്മളായാലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. നമ്മൾ വേറെ പ്രൊമോഷനായിട്ട് പറയല്ലോ കേട്ടോ, നമ്മളെ അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ ഗ്രാൻഡ് ഇവൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട്. സാധാരണ കൂടെ ഇല്ലേ കാശ്മീരി ചില്ലി. അപ്പോൾ ഇതിൽ പച്ചമുളക്, സവാള, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് നമുക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് എന്തുണ്ടാക്കുന്നത് വെച്ചാൽ ചൈനീസ് ടൈപ്പ് ചില്ലി ചിക്കനാണ്. അപ്പോൾ ലേശം ഗ്രേവി ടൈപ്പ് ഉണ്ടാവും, ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഹോട്ട് ആൻഡ് സോർ എന്ന് പറഞ്ഞ സാധനമില്ലേ, അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചൊരു പാകം വരുമ്പോൾ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്വല്പം ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. അതിലേക്കാണ് ഈ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സോസൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചിക്കനിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ നമ്മുടെ മണിയേട്ടൻ. സോസ് ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് പ്രോപ്പർ ചില്ലി ചിക്കൻ. നമ്മൾ ചില്ലിക്ക് വേണ്ട ഓർഡർ പോയി കഴിച്ചാൽ അതെ ഒരു 7 പീസ് വെറും പൊരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി. അതെ അതെ. ഒരു ഉള്ളി അല്ലെങ്കിൽ ഒരു പച്ചമുളക്, ഒരു കറിവേപ്പില മാത്രമല്ലോ അങ്ങനെ. ഇതാണ് ശരിക്കുള്ള ചില്ലിക്ക് അങ്ങനെയാണ് കൂട്ടി ചെയ്തത്. കറക്റ്റ്. ചില്ലി ചിക്കൻ അതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ, ഒരു പീസ്. അടിപൊളി, നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, വേറെ ലെവൽ. അപ്പോൾ ചിക്കൻ റോസ്റ്റിലേക്കുള്ള ഉള്ളി കൊടുന്ന് അരിഞ്ഞിട്ട് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രൊസീജിയേഴ്സാണ് ഇനി കാണാൻ പോകുന്നത്.
നമ്മൾ ഉള്ളി വഴറ്റി പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ടു, അതിൻ്റെയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കണ്ട. ചിക്കൻ ഇട്ടിരിക്കുന്നു. ഇത് നമ്മളെ ഉള്ളിയൊക്കെ വഴഞ്ഞായി. അപ്പോൾ ചിക്കൻ ഇട്ടിരിക്കുന്നില്ല. ചിലർ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുക. ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെയുണ്ട്. ഇത് വേറെ മോഡൽ. വേറെ മോഡൽ. അതെ, ഓരോർക്ക് ഓരോ മോഡലല്ലേ. 14 കിലോ ചിക്കൻ മീറ്റാണ്. ഇറച്ചി 14 കിലോ ഇറച്ചി. അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കോഴി ഒരു 20 ഉണ്ടാവും. 1000 10 കിലോ 6.5 കിലോ ഇറച്ചി. നേരത്തെ ഇട്ട മുളക് പൊടി ഇതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ വേണ്ട മല്ലിപ്പൊടി, ചിക്കൻ മസാല. അപ്പോൾ നേരത്തെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിരുന്നു. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള മിക്സറും. നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ സീക്രട്ട് ചേരുവകളാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണാത്തതാണ്. പുള്ളിയുടെ സീക്രട്ട് ചേരുവയാണ്. ടേസ്റ്റ് എങ്ങനെ വ്യത്യാസം ഉണ്ടോ നോക്കുമോ? ഇത് അണ്ടിക്കണ്ണും തേങ്ങ. ഇത് അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടി അരച്ചിട്ടുള്ളൊരു മിക്സറാണ്. അത് ജസ്റ്റ് അതിൻ്റെ മേലേക്ക് നമ്മൾ അണ്ടിക്കണ്ണ് സംഭവം. അണ്ടിക്കണ്ണ് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പിൻ്റെ തന്നെ വേറെ മോഡൽ. അത് പൊടിയാവും. ഇതിലേക്ക് ചേർത്താണ് അണ്ടിപ്പരിപ്പ്. അത് ചെറിയ ചെറിയ പൊടി പൊടിയായ കഷ്ണങ്ങളാണ്. പുള്ളിയുടെ ഭാഷയിൽ വേറെ എന്തോ പറഞ്ഞു. ബേസിക്കലായിട്ട് ഇത്ര മനസ്സിലാക്കാം. അണ്ടിപ്പരിപ്പും അതുപോലെ തേങ്ങയും കൂടി അരച്ചിട്ടുള്ള ഒരു ക്രീം പോലത്തെ സാധനം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഫൈനൽ സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാര്യങ്ങൾ പടപടയെന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം വാങ്ങാറായെന്നാണ് നമുക്ക് ലക്ഷണം കണ്ടിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ ആയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസിനുള്ള റൈസ് അവിടെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചേരുവകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ അടുപ്പത്ത് തന്നെ അത് ഉണ്ടാക്കാൻ പോകുന്നു. നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടിയിൽ തുടങ്ങാം. ആദ്യം ആയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കം, സെല്ലറി ചിപ്സ്. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചു, ചട്ടി ചൂടി. അതിലേക്ക് ക്യാരറ്റ് ഇട്ടു, ബീൻസ് ഇട്ടു, ക്യാപ്സിക്കം ഇട്ടു, ക്യാബേജ് ഇട്ടു, സ്പ്രിംഗ് ഓണിയൻ ഇട്ടു. ഇത്രയും സാധനങ്ങൾ ഇട്ടു. ഇനി അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നേരത്തെ മിക്സർ ഏകദേശം പാകമായി വന്നപ്പോൾ അതിലേക്ക് റൈസ് ഇടുകയാണ്. റൈസ് ഇട്ട് നല്ലപോലെ ഇളക്കണം.
റൈസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ, ആ സാധനം കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയില്ലേ? എല്ലാം റെഡി. അതായത് ഫ്രൈഡ് റൈസ് റെഡി ആയി, പിന്നെ അതുപോലെ ചിക്കൻ റോസ്റ്റ് റെഡി ആയി, ചില്ലി ചിക്കൻ റെഡി ആയി, പിന്നെ കൂട്ടാനുള്ള സലാഡും കാര്യങ്ങളൊക്കെ റെഡി ആയി. അപ്പോൾ ഇനി വേറെ എന്താ വെച്ചാൽ നല്ലൊരു അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷനായിരുന്നു മണിയേട്ടത്. അത് നമ്മളെ നോക്കി പഠിച്ചിട്ട് നമ്മളൊരു ദിവസം പരീക്ഷിക്കണമെന്നുണ്ട്. നല്ല സാധനം കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും വണക്കം. അയ്യോ ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്. ഫുഡ് അടിക്കണ്ടേ? വരുൺ ആ സമയത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫുഡ് അടിക്കേണ്ട സമയത്തേക്ക് എത്തി. അപ്പോൾ വരുൺ തന്നെ കഴിച്ചു പറയും എങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കട്ടെ, നമ്മൾ വീഡിയോ ഇരുന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അടിപൊളിയുണ്ട്. നല്ല വിശപ്പും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. പിന്നെന്താ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ? അതെ.